വിപ്ലവ സൂര്യൻ അസ്തമിച്ചെങ്കിലും വി എസിന്റെ ഓർമ്മകളിൽ ഇന്നും കോടന്തുരുത്തു ഗ്രാമപഞ്ചായത്ത് ഉണർന്നിരിക്കുന്നു. വി എസിന്റെ പത്നി വസുമതി കോടന്തുരുത്തു ഗ്രാമപഞ്ചായത്തിലാണ് താമസിച്ചിരുന്നത്. 8-ാം വാർഡിലെ കൊച്ചുതറ വീട്ടിൽ കുഞ്ഞന്റെയും പാർവതിയുടെയും 5 മക്കളിൽ 4ാമത്തെ മകളായിരുന്നു വസുമതി. ഇന്ന് കൊച്ചുതറ വീട്ടിൽ താമസിക്കുന്നത് വസുമതിയുടെ സഹോദരി പുത്രൻ ശിവദാസനാണ്. എല്ലാവരും പറയുന്നത് പോലെ വി എസ് പരിക്കനായിരുന്നില്ല എന്ന് ശിവദാസൻ ഓർമ്മിച്ചെടുത്തു. കല്യാണം നരസിംഹപുരം ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു, ആലപ്പുഴ. അവിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കല്യാണമൊക്കെ വളരെ കറക്റ്റായിട്ട് എൻ്റെ ചെറിയ പ്രായത്തിലെ കല്യാണം. ആ കല്യാണത്തിൽ ഞാൻ സംബന്ധിച്ചതാണ്. അന്ന് ഓല ഷെഡായിരുന്നു, ഓല മേഞ്ഞൊരു വീടായിരുന്നു. അതിന് ശേഷം വേറൊരു വീട് വെച്ച് അതും പോയിട്ട് പിന്നെ വെച്ച വീടാണ് ഇത്. ഞാൻ വെച്ച വീടാണ്. ഇതാണ് ശരിക്കും വസുമതിയുടെ വീട്. എൻ്റെ അമ്മയുടെ നേരെ അനിയത്തി. എൻ്റെ അമ്മ മരിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ വി എസിൻ്റെ ഭാര്യയുടെ ചേച്ചി മരിച്ചപ്പോൾ, ഭാര്യ സഹോദരി മരിക്കുമ്പോൾ വി എസ് ഡൽഹിയിലായിരുന്നു. വന്നിട്ട് വെച്ചാൽ മതി എന്ന് അടക്കം ചെയ്താൽ മതി. വന്നതിന് ശേഷമാണ് മരിക്കുന്നത്. നല്ലൊരു മനുഷ്യ, നല്ല സ്നേഹം, അന്നും നല്ല സ്നേഹത്തോടു കൂടി സംസാരിക്കുകയുള്ളായിരുന്നു. വളരെ സ്നേഹസമ്പന്നനാണ്. ഈ ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയ ഒരു പണി കർക്കശ നിലപാടാണ്, മറ്റൊരാണ് ഒരു സാഠ്യക്കാരനാണ്, മറ്റാണോ മറ്റാന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയതാണ്. പുള്ളി വളരെ സൗമ്യനാണ്, നല്ല സൗമ്യനായ സംസാര രീതിയാണ്. നമ്മൾ ചെറിയ കാര്യങ്ങൾ പോലും പറഞ്ഞ് മനസ്സിലാക്കി തരും. ഏത് കാര്യം, അത് ഏത് ചോദ്യം അങ്ങോട്ട് ചോദിച്ചാലും വളരെ കറക്റ്റായിട്ട് ഉത്തരം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. നല്ല ഉപദേശങ്ങൾ തരും. 1967 ജൂലൈ 8-നായിരുന്നു വി എസിന്റെ വിവാഹം. വസുമതി അന്ന് മഹിളാ സംഘം പ്രവർത്തകയായിരുന്നു. കോടന്തുരുത്തിൽ ഒരു യോഗത്തിൽ വസുമതി പങ്കെടുക്കുമ്പോഴാണ് എരമുല്ലൂർ സ്വദേശിയും CPI ജില്ലാ കമ്മിറ്റി അംഗവുമായ TK രാമൻ വി എസുമായുള്ള വിവാഹത്തെക്കുറിച്ച് സൂചിപ്പിച്ചത്. അങ്ങനെ ആലപ്പുഴ നരസിംഹപുരം ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹം നടന്നു. N ശ്രീധരന്റെ പേരിലായിരുന്നു ക്ഷണക്കത്ത്. ആഭരണങ്ങളില്ല, സദ്യയില്ല, പരസ്പരം മാല ചാർത്തി. പിന്നീട് ഇക്കാലമത്രയും വി എസിന്റെ നിഴലിൽ വസുമതി. കോടന്തുരുത്തിലെ കൊച്ചുതറ വീട്ടിൽ നടന്നിരുന്ന എല്ലാ ചടങ്ങുകളിലും വി എസ് എത്തുമായിരുന്നെന്ന് ശിവദാസൻ ഓർമ്മിച്ചെടുത്തു. അന്നത്തെ ഓല വീടിൻ്റെ സ്ഥാനത്ത് ശിവദാസൻ വീട് പണിതു. ഇന്നും ജ്വലിക്കുന്ന വിപ്ലവ നക്ഷത്രത്തിൻ്റെ ഓർമ്മകളിൽ തളംകെട്ടി കോടന്തുരുത്ത് പഞ്ചായത്തും കൊച്ചുതറ വീടും. തുറവൂരിൽ നിന്നും പ്രസാദ് കൃഷ്ണൻകുട്ടി.